الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الرسل كلوا من الطيبات واعملوا صالحا. ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഇമാം മുസ്ലിം റഹിമഹുല്ല രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇന്ന അഹദുക്കും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ, നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 40 ദിവസമാകുമ്പോൾ പിന്നീട് അതിനുശേഷം അതുപോലെ തന്നെ അവൻ സിക്താണ്ഡമായി മാറുന്നു, പിന്നീട് അവൻ മാംസകഷ്ണമായി മാറുന്നു. ആ ഒരു ഘട്ടമെത്തുമ്പോൾ സുമ്മ യുർസലു ഇലൈഹിൽ മലക്കു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നിയോഗിക്കുന്നു. ഫയുൻഫഖു ഫീഹി റൂഹ്, അങ്ങനെ അവന്റെ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മലക്ക് ഊതുന്നു. ആ സന്ദർഭത്തിൽ യുഅ്മറു ബി 4 കലിമാത്തിൻ, 4 കാര്യങ്ങൾ കൊണ്ട് മലക്കിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കും. ഒന്ന്, അവന്റെ റിസ്ഖ് രേഖപ്പെടുത്താൻ. 2, വാജലിഹി, അവന്റെ ആയുസ്, അവൻ എന്നാണ് മരിക്കുക എന്നുള്ളത് രേഖപ്പെടുത്താൻ. വഅമലിഹി, അവൻ ഭൂമിയിൽ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളും ദൗത്യങ്ങളും രേഖപ്പെടുത്താൻ. അതുപോലെ തന്നെ വശഖിയുൻ ഔ സഈദ്, അവൻ സൗഭാഗ്യവാനാണോ, ഓഫ് ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് ഓഫ് ചെയ്തിട്ടാ അവൻ സൗഭാഗ്യവാനാണോ അല്ലേ എന്നത് രേഖപ്പെടുത്താൻ. ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്താൻ നിർദ്ദേശിക്കും എന്നാണ്. അപ്പൊ ഇവിടെ ഈ വിഷയം, ഈ ഹദീസ് ഇന്നത്തെ ഖുത്ബയുടെ ആരംഭത്തിൽ ഞാൻ ഉദ്ധരിച്ചത്, നമ്മുടെ ഓരോരുത്തരുടെയും റിസ്ഖ്, നമ്മളെ കയ്യിൽ എത്ര റുപ്യ വരണം, എത്ര റുപ്യ പോകണം, എന്തൊക്കെ സംഭവിക്കണം, നമ്മൾ ഏതൊക്കെ കൗണ്ടറിൽ നിന്ന് പൈസ വാങ്ങണം, ഏതൊക്കെ കൗണ്ടറിൽ കൊണ്ടുപോയി പൈസ കൊടുക്കണം, നമ്മളെ വരുമാനം എത്രയാണ്, നമ്മളെ ചികിത്സാ ചെലവ് എത്രയാണ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ റൂഹ് ഊതുന്ന ആ നിമിഷത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അനാവശ്യമായി ടെൻഷൻ അടിച്ചതുകൊണ്ടോ ബേജാറായതുകൊണ്ടോ ഒന്നൊരു കാര്യമില്ല. ഇതൊക്കെ നേരത്തെ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിന്റെ കയറ്റവും ഇറക്കവും ഒക്കെ പടച്ച റബ്ബ് രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ
ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ശക്തിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അത് ഓരോരുത്തരും അവരുടെ നമസ്കാരശേഷം ചൊല്ലുന്ന ഒരു പ്രാർത്ഥനാവാചകമുണ്ട്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല, നീ തടഞ്ഞത് നൽകാനും ഒരു ശക്തിക്ക് സാധ്യമല്ല. ഇത് പലരും ചൊല്ലുന്നത് ഇതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടോ ഈ നിലപാട് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ടോ ഒന്നുമല്ല. അതാണ് നമ്മളുടെ എല്ലാത്തരം ബേജാറിന്റെയും ടെൻഷന്റെയും ഒക്കെ കാരണം. അതാണ് പടച്ച റബ്ബ് എന്ന കേന്ദ്രത്തെ വിട്ട് പടപ്പുകളിലേക്ക്, ദിവ്യശക്തി ഉണ്ട് എന്ന് പറയപ്പെടുന്നവരിലേക്കും ഒക്കെ പോകാനുള്ള കാരണമൊക്കെ അതാണ്. ഈ അസ്ല നമ്മൾ ഉൾക്കൊള്ളണം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ ഒരു ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല, നീ തടഞ്ഞത് നൽകാൻ, നീ തടഞ്ഞു വെച്ചൊരു കാര്യം എനിക്ക് നേടിത്തരാനും ലോകത്തൊരാളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അപ്പൊ നമ്മളിങ്ങനെ പറയും കൊറോണ വന്നതിന് ശേഷം ഭയങ്കര ഡൗൺ ആണ്. കൊറോണ വന്നതുകൊണ്ട് ഡൗൺ ആയതല്ല, പടച്ച റബ്ബ് എഴുതി വെച്ചോടത്ത് അങ്ങനെയുള്ളത്. പടച്ച റബ്ബ് എഴുതി വെച്ചോടത്ത് അങ്ങനെയുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പാദ്യം ഹലാലിലൂടെ ആക്കാനുള്ള ഒരു ശ്രമം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. കഴിഞ്ഞ ഖുതുബയിൽ ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അത് ആവർത്തിക്കുന്നില്ല. നമ്മൾ പറഞ്ഞിരുന്നത് എന്തുകൊണ്ട് ഹറാമിലേക്ക് പോകും, ഹറാമിലേക്ക് പോകാനുള്ള കുറെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഹറാമാണ് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുന്ന ചില ഹറാമുകളെ കുറിച്ചും പറഞ്ഞിരുന്നു. അങ്ങനെ ഹറാമായ സമ്പാദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നഷ്ടപ്പെടുന്ന 10 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ അത് പറയാമെന്ന് വിചാരിച്ചു, പക്ഷെ നമുക്ക് സമയം ലഭിക്കാത്തത് കൊണ്ട്, സമയം ഇത്തിരി മറ്റു കാര്യങ്ങൾ വിശദമായി പറഞ്ഞതുകൊണ്ട് നമുക്ക് സമയം ലഭിച്ചില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമ്പാദ്യത്തിൽ, നമ്മുടെ പറമ്പിൽ, നമ്മുടെ പണത്തിൽ, നമ്മൾ കഴിക്കുന്നതിൽ, നമ്മൾ കുടിക്കുന്നതിൽ, നമ്മൾ ധരിക്കുന്നതിൽ ഹറാമിന്റെ ഒരു ഫിൽസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മളുടെ എല്ലാ കാര്യങ്ങളും റബ്ബ് നേരത്തെ രേഖപ്പെടുത്തി വെച്ചതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഹലാലായ വഴിയിൽ പരിശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാം മുറിയെ പണിയെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച പോലെ അധ്വാനിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ളത്. പലപ്പോഴും അത് ചെറിയതല്ലേ എന്ന നിലക്ക് നമ്മൾ നിസ്സാരവൽക്കരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹറാമിനെ കുറിച്ച് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, വലൗകാന യസീറൻ യാ റസൂലല്ലാഹ്, അത് വളരെ കുറച്ചാണെങ്കിലോ നബിയെ, അത് വളരെ കുറഞ്ഞതാണെങ്കിലോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത ഉത്തരം എന്താ? വലൗകാന ഖളീബൻ മിൻ അറാഖ്, അറാഖിന്റെ ഒരു കൊള്ളിയാണെങ്കിൽ പോലും. നമ്മളെ നാട്ടില് ചീമക്കൊന്നൊക്കെ പറയണ മാതിരി അറബ്സിന്റെ അടുത്ത് കാണുന്ന ഒരു സാധനമാണ് ഈ അറാഖിന്റെ കൊള്ളി എന്ന് പറയുന്നത്. അവര് ആരും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ചു കൊടുക്കണം, അത്ര നിസ്സാരമായ ഒരു സംഗതിയാണ്. ഒരു കുഞ്ഞെ അറാഖിന്റെ കൊള്ളി മറ്റൊരുത്തന്റെ അറിവും സമ്മതവും തൃപ്തിയുമില്ലാതെ എടുത്താൽ അതുപോലും ഈ ഒരു അവസ്ഥയിൽ പെടും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പൊ അളക്കണോടുത്ത്, തൂക്കണോടുത്ത്, വർത്താനം പറയുന്നിടത്ത്, വാങ്ങണടുത്ത്, വിശദമായി സംസാരിക്കുന്നിടത്ത് അധ്വാനത്തിന് നിശ്ചയിച്ച തുകക്ക് അനുസരിച്ച് അധ്വാനിക്കാതിരിക്കുമ്പോഴൊക്കെ ഈ ഹറാമ് കയറി വരും. അത് നമ്മൾ വിശദമായി പറഞ്ഞു. ഇനി ഇങ്ങനെ ഹറാമ് ആയ സമ്പാദ്യം കയറിയാലുള്ള നഷ്ടം ഒന്ന്, അദമു ഖുബൂലു ദുആഇഹി, പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല. നമ്മളങ്ങനെ ജീവിതത്തിലെ പല കാര്യം പടച്ചവനോട് പറയുന്നുണ്ടാവും. നമുക്ക് എന്തോ ഒരു മഹാദുരന്തം വന്നു, ഏതോ ഒരു ലാബ് റിപ്പോർട്ട് വന്നപ്പോ ആ ലാബ് റിപ്പോർട്ടിൽ നമ്മുടെ ശരീരത്തിൽ ഏതോ ഒരു ഭാഗത്ത് ക്യാൻസർ ഉണ്ട് എന്ന് മനസ്സിലായി. നമ്മൾ അള്ളാഹുവിനോട് പറയേണ്ട, പടച്ചവനെ ശിഫയാക്കിക്കൊണ്ടാ, എന്റെ 2 പെൺകുട്ടികളുണ്ട്, ഓല കല്യാണം കഴിഞ്ഞിട്ട് ബാക്കി എന്തായാലും എനിക്ക് കുഴപ്പമില്ല, വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല, ചെറിയ മക്കളാണ്, പടച്ചവൻ ദുആ സ്വീകരിക്കൂല. നമ്മൾ ചിലരുടെ ഇസ്തിഗ്ഫാറുകൾ പടച്ചവൻ സ്വീകരിക്കൂല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തോതിയിട്ടാണ് വിഷയം പഠിപ്പിച്ചത്. യാ അയ്യുഹന്നാസ്, നബി പറയാണ്, അയ്യുഹന്നാസ് ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു നല്ലതാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ, അല്ലാഹു നല്ലതല്ലാതെ സ്വീകരിക്കൂല. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീൻ, നിശ്ചയമായും അല്ലാഹു വിശ്വാസികളോട് കൽപ്പിച്ചിരിക്കുന്നു. ബിമാ അമറ ബിഹിൽ മുർസലീൻ, മുർസലീങ്ങളോട് കൽപ്പിച്ച അതേ കാര്യം. എന്നിട്ട് ആയത്തോതാണ്,
യാ അയ്യുഹർ റുസുൽ, ഓ പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ ത്വയ്യിബാത്ത് കഴിക്കണം, നല്ലത് കഴിക്കണം. വഅമലു സ്വാലിഹൻ, നിങ്ങൾ സൽക്കർമ്മം ചെയ്യണം. ഇന്നി ബിമാ തഅമലൂന അലീം, നിശ്ചയം നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നതാണ്. അപ്പോ നമ്മൾ കഴിക്കുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് 2 നിബന്ധന വെച്ചത്. ഒന്ന് ത്വയ്യിബാകണം, 2 അത് ഹലാലാകണം. ത്വയ്യിബായതുകൊണ്ട് മാത്രം ഹലാലാകൂല, ഹലാലായതുകൊണ്ട് മാത്രം ത്വയ്യിബ് ആകൂല. ഒരു മാങ്ങ വഴിയിൽ വീണെടുക്കുന്നുണ്ട്, ഒരാളുടെ മാവിന്റെ ചോട്ടിൽ മാങ്ങ വീണെടുക്കുന്നുണ്ട്, മറ്റേ പറമ്പത്തെ മാങ്ങ ചാടിക്കിടക്കുന്നുണ്ട്. അത് സംഭവം ത്വയ്യിബാണ്, തിന്നാൻ പറ്റുന്ന സാധനമാണ്, അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പന്നിയിറച്ചി അങ്ങനെ പറഞ്ഞതുപോലത്തെ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് വേറെ ഒരുത്തൻ്റെതാണ്, അപ്പൊ അത് ഹറാമാണ്. അപ്പൊ ത്വയ്യിബും ഹലാലുമായിരിക്കണം നമ്മൾ കഴിക്കുന്നത് എന്ന് കൃത്യമായി പറയാണ്. ഇല്ലെങ്കിൽ എന്നിട്ട് ഈ ആയത്ത് ഓതിയതിന്റെ ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുമ്മ ദക്കറ റജുല, പിന്നെ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു റസൂലുള്ളാഹ്. യുതീലു സഫർ, അയാൾ കുറെ ദീർഘദൂരം യാത്ര ചെയ്തു. അങ്ങനെ ദീർഘദൂരം യാത്ര ചെയ്തിട്ട് അയാൾ അയാളുടെ മുടി ഇങ്ങനെ ജട കെട്ടിയിട്ടുണ്ട്. അഅ്ബറ, അയാളുടെ മുടി, അയാളുടെ ശരീരമാകെ പൊടി പിടിച്ചിട്ടുണ്ട്. യമുദ്ദു യദൈഹി ഇലസ്സമാ, അവൻ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, യാ റബ്ബി യാ റബ്ബി, എന്റെ പടച്ചോനെ എന്റെ പടച്ചോനെ എന്നയാൾ വിളിക്കുകയാണ്. പക്ഷേ വമത്അമുഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമുണ്ട്. വമശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്ന വെള്ളത്തിൽ ഹറാമുണ്ട്. വമൽബസുഹു ഹറാം, അവൻ ഉപയോഗിക്കുന്ന വസ്ത്രത്തിൽ ഹറാമുണ്ട്. വഗുദിയ ബിൽ ഹറാം, അവൻ ഹറാമിൽ ഊട്ടപ്പെട്ടിട്ടുണ്ട്. ഫഅന്ന യുസ്തജാബു ലിദാലിക്, പിന്നെ എങ്ങനെയാണ് അവന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യം. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ 4 കാര്യങ്ങൾ പറഞ്ഞു. ഒരു വ്യക്തിക്ക് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കാരണമായി പറഞ്ഞ 4 കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, അയാൾ യാത്രക്കാരനാണ്. യാത്രക്കാരനായിരിക്കെ യാത്രക്കാരന്റെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. നമ്മള് ഒരു യാത്രാന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോ നമ്മൾ അങ്ങനെ മനസ്സിൽ വിചാരിക്കലുണ്ടോ? നമ്മളിവിടുന്ന് കോയമ്പത്തൂർക്ക് പോവുകയാണ്, അല്ല ഒരു യാത്ര, പെരിന്തൽമണ്ണക്ക് പോവുകയാണെങ്കിലും യാത്രയാണല്ലോ അല്ലെ? അപ്പോ പടച്ചോനെ, എന്റെ ജീവിതത്തിൽ ഒരു കാര്യം എനിക്ക് കിട്ടാനുള്ളതാണ്, അത് ഞാൻ പ്രാർത്ഥിക്കട്ടെ, വിശ്വാസിയായി മരിക്കാൻ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരലുണ്ടോ? യാത്രക്കാരന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയിൽപ്പെട്ടതാണ്. നമ്മൾ വേഗം ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ കയ്യിൽ 250 ഉറുപ്പിക എടുത്തിട്ട് പ്രാർത്ഥിക്കാൻ ഇട്ടോ പറയും. അതേ നമ്മളെ അവസ്ഥ. ശൈത്താൻ വളരെ പ്ലാനഡ് ആണ് സഹോദരന്മാരെ. എന്തൊക്കെയാണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക അതൊന്നും നമ്മളെ കൊണ്ട് ഉപയോഗിക്കാൻ സമ്മതിക്കൂല. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ആരോടും പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യണ്ടെന്നൊന്നുമല്ല. നമ്മളെ കാര്യം നമ്മളാണ് ആദ്യം പറയേണ്ടത്. വേറെ ഏൽപ്പിച്ചു കൊടുക്കലല്ല. നമ്മൾ റബ്ബിനോട് നമുക്ക് പറ്റണ രൂപത്തിൽ എങ്ങനെയാണോ അങ്ങനെ പറയാൻ വേണ്ടത്. അപ്പം യാത്ര ഉണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. 2, അയാൾ ആകെ ജടകുത്തി പൊടി പിടിച്ചിരിക്കുന്നു. എന്താ? അയാളൊരു നല്ല കാര്യത്തിന് വേണ്ടി പോകുമ്പോ അങ്ങനെ ജടകുത്തി പൊടി പിടിച്ച വ്യക്തി, അയാൾ അള്ളാഹുവിന് ഇഷ്ടാണ്. ഹാജിയെ കുറിച്ച് പറഞ്ഞു, അയാളുടെ വിയർപ്പ് അള്ളാഹുവിന് ഇഷ്ടാണ്. നോമ്പുകാരന്റെ വായുടെ മണത്തെക്കുറിച്ച് പറഞ്ഞു, അത് അള്ളാഹുവിന് ഇഷ്ടാണ് അല്ലെ? കാരണം അതൊരു ത്യാഗ പരിശ്രമത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ജോലിക്കൊക്കെ പണിക്കൊക്കെ പോണ ആൾക്കാര് ഒരു മിക്കവാറും ലഹുറു അസറും കൂട്ടിയാ നിസ്കരിച്ച. എന്താ കാരണം? അത് പാകമേത് പൊടിയാണ്. പൊടി സഹോദരന്മാരെ നജസല്ല, പൊടി നജസല്ല. നിങ്ങൾക്ക് അങ്ങനെ വസുവാസം ഉണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളമുണ്ട്, 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ പോരെ. നിസ്കാരം അതിന്റെ നേരത്തെ ചെയ്യണം. ആകെ വിയർപ്പ് നജസല്ല. വിയർപ്പ് നജസാണെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. നമ്മളതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മളെ ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിൽ റെഡി അല്ലെ? ഗ്രീസ് ഉണ്ട്, ഓയിൽ ഉണ്ട്. അപ്പൊ ഇവിടെ ഞാൻ എപ്പോഴും പറയും, ഇത് പെയിന്റ് ചെയ്ത ഒരു സഹോദരനുണ്ട്, ഈ മണ്ണാർക്കാട് ഭാഗത്തുള്ള ആളാണ്. അദ്ദേഹം ഇവിടെ ഓരോ വക്തിനും മൂപ്പര് എന്ത് ചെയ്യുന്ന പറയാം, കയ്യിലുള്ളതൊക്കെ എത്ര പണിയെടുക്കണം എന്നറിയങ്ങള്. ഈ പെയിന്റ് ചെയ്യുന്ന ആൾ ഇത് ക്ലിയർ ആക്കണമെങ്കിൽ എത്ര പണിയെടുക്കണം എന്നറിയും. അതൊക്കെ ചെയ്തിട്ട് മൂപ്പര് എന്ത് ചെയ്യും, ഇവിടെ ജമാഅത്തിനുണ്ടാവും. ഇവിടെ എല്ലാം മൂപ്പര് വീടുകളിലാണെങ്കിലും മൂപ്പര രീതി അങ്ങനെയാണ്. അപ്പൊ ഇതൊന്നും നടക്കാത്തതൊന്നുമല്ല, നമ്മളെ ചിന്തക്കും മനസ്സിനൊക്കെ അനുസരിച്ചാണ്. അപ്പോ നടക്കണം എന്ന് നമുക്ക് തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് ഘട്ടത്തിലും ജമാഅത്തൊക്കെ നടക്കും കേട്ടോ. ജമാഅത്തൊക്കെ നടക്കും. നമ്മൾ കുറച്ചാളും കൂടിയൊക്കെ ജമാഅത്തൊന്ന് ശരിയാകാണ്ട്. ജമാഅത്ത് നിസ്കാരം ഇവിടെ സുബൈനൊക്കെ ഒരു ഫുൾ സഫ് ആൾക്കാരുണ്ടാകും. ഈ പള്ളിയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബന്ധപ്പെടുന്ന ആളുകളൊക്കെ ഇവിടെ വരലുണ്ട്. 1-2 ആളുകളൊക്കെ ഒരു വളരെ ദൂരമുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ, അല്ലാത്തവരൊക്കെ ഇവിടെ എത്തലുണ്ട്. ഞാൻ പറയണ നമ്മളൊക്കെ
നമ്മളൊക്കെ ഉള്ള എവിടെയാണോ അവിടുത്തെ പള്ളികളിലെങ്കിലും ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പങ്കെടുക്കുന്ന ഒരു രീതി ഉണ്ടാവണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മയാക്കാണ്. പിന്നെ അതിലുള്ളത് എന്താ? രണ്ട് കൈയും ഉയർത്തുന്നത് ദുആ പ്രത്യേകം സ്വീകരിക്കപ്പെടുന്ന കാര്യമാണ്. രണ്ട് കൈയും ഉയർത്തുന്നത്, അള്ളാഹുവിലേക്ക് ഒരാൾ രണ്ട് കൈകളും ഉയർത്തിയാൽ അവന് ഉത്തരം കൊടുക്കാതെ മടക്കുന്നത്, സിഫറായിട്ട് പൂജ്യമായിട്ട് മടക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, അവൻ ലജ്ജിക്കുന്നു എന്നാണ്. പ്രാർത്ഥനയ്ക്ക് യോഗ്യതയുള്ള വ്യക്തി പ്രാർത്ഥിച്ചാ പടച്ചവന് ഉത്തരം കൊടുക്കും. ചോദിച്ചത് ചിലപ്പോ കിട്ടും, ചിലപ്പോ ചോദിച്ചതിന് പകരം വേറൊന്ന് കിട്ടും, ചിലപ്പോ രണ്ടും കിട്ടൂല, പരലോകത്തുനിന്ന് കിട്ടും. എന്തായാലും ഉത്തരമുണ്ട്, പരലോകത്തുനിന്നൊരു കൂലിയായിട്ട് കിട്ടും. ഇനി മറ്റൊന്ന്, നാലാമത്തെ ഒരു കാര്യം എന്താ? യാ റബ്ബി യാ റബ്ബി എന്ന് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിച്ചാൽ, യാ റഹീം യാ വദൂദ് യാ ഗഫൂർ, അങ്ങനെ മുൻനിർത്തി പ്രാർത്ഥിച്ചാൽ പ്രത്യേക ഉത്തരമുണ്ട് എന്നാ. പക്ഷേ ഈ 4 നിബന്ധന ഒന്നിച്ചു വന്നിട്ടും ഈ മനുഷ്യന്റെ പ്രാർത്ഥന സ്വീകരിക്കാത്തത് എന്താ? അയാൾ ഹറാമ് കഴിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളെ സമ്പാദ്യം ശരിക്ക് വെരിഫൈ ചെയ്യണം. നമ്മൾ വാങ്ങണ സാലറിക്ക് അനുസരിച്ച് പണിയെടുക്കുന്നുണ്ടോ? നമ്മൾ എടുക്കേണ്ട വിധം പണിയെടുക്കുന്നുണ്ടോ? ഏതെങ്കിലും വകുപ്പിലൂടെ ഹറാമ് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ലെങ്കിൽ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ നമ്മൾ അങ്ങനെ പറയുന്നുണ്ടാകും, പടച്ചോനത് സ്വീകരിക്കൂല. ഒന്നാമത്തെ നഷ്ടം അതാണ്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ വിഷയത്തിൽ കൂടുതൽ പോയിന്റ് ഞാൻ പറയണില്ല. രണ്ടാമത്തെ കാര്യത്തിൽ എന്താണ്? മഹ്കുൽ ബർക്ക, ബർക്കത്ത് നഷ്ടപ്പെടുക. പൈസ ഇഷ്ടം പോലെ അങ്ങനെ വരും, വന്ന മാതിരി അങ്ങനെ പോകും, അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല, അല്ലേ? ഇപ്പൊ എനിക്കറിയണ ചില വ്യക്തികളൊക്കെ ഉണ്ട്, അവര് വലിയ പൈസ മുടക്കിയിട്ട് ഒരു ടൗൺഷിപ്പിൽ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി. ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ വലിയൊരു സമയം കൊണ്ടാണ് തീർന്നത്. ബിൽഡിംഗ് തുടങ്ങുന്ന സമയത്ത് പഞ്ചായത്ത് ആയിരുന്നു, പഞ്ചായത്തിന്റെ നിയമങ്ങളാണ് ഉണ്ടായത്. പിന്നീട് അത് ഒരു മുനിസിപ്പാലിറ്റിന്റെ ഏരിയയിലേക്ക് മാറി, ഈ ഒരു പ്രദേശം. അപ്പൊ ആ മുനിസിപ്പാലിറ്റിന്റെ ഏരിയയിലേക്ക് മാറിയപ്പോ നിയമങ്ങളൊക്കെ മാറി. അയാളുടെ ഇതിന് ഒപ്പ് കിട്ടാതെ എത്രയോ പ്രയാസപ്പെട്ട് എത്രയോ കാലം അയാളുടെ ലക്ഷങ്ങൾ, അയാൾ പ്രവാസിയാണ്, അയാൾ സമ്പാദിച്ച ലക്ഷങ്ങൾ ഒരു ബിൽഡിംഗുമ്മേ ഒരു രൂപ പോലും മുടങ്ങാതെ ഉപകാരപ്പെടാതെ കിടക്കുകയാണ്. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചെറിയൊരൊറ്റ തീരുമാനം മതി. നമ്മളെ മൊത്തം സമ്പാദ്യം ഫുള്ള് പോണെങ്കിൽ ഒറ്റ തീരുമാനം മതി. നമ്മൾ പ്രവാസികളോടൊക്കെ പറയും, രാവിലെ മെയിൽ തുറന്നു നോക്കുമ്പോ, ഓഫീസിൽ ചെന്ന് മെയിൽ തുറന്നു നോക്കുമ്പോ അടുത്ത 1-ാം തീയതി മുതൽ നിങ്ങൾക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ചില ആളുകളുടെയൊക്കെ വരുമാനം എന്ന് പറയുന്നത് ആ ശമ്പളം മാത്രമാണ്, ആ ശമ്പളം മാത്രം, അതോടെ കഴിഞ്ഞു. അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു നിയമം മാറ്റുകയാണ്, അല്ലെ? നമ്മളടുത്തുള്ള ഒരു സാധനം അത് ഗവൺമെന്റിന്റെ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചു, അതോടുകൂടെ നമ്മളെ സാധനത്തിന് വില കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ബർക്കത്ത് എന്നുള്ളത് പടച്ച റബ്ബ് നമുക്ക് നിശ്ചയിച്ച് തരേണ്ടതാണ്. ചെറിയ പൈസക്ക് ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. ഈ പോയിന്റ് പറയുമ്പോഴൊക്കെ, ഞാൻ ഇങ്ങനത്തെ ഒരു പോയിന്റിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ 2009 മുതൽ പറയേണ്ട കാര്യമില്ല. ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത സ്കൂളിന്റെ മുമ്പില് ഒരു ചെറിയ പെട്ടിക്കട ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞ പെട്ടിക്കട. ഒരു 4-5 കുപ്പിയിൽ കുറച്ച് മിഠായും കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അയാൾ ജീവിക്കുന്നുണ്ട്. ഞാനന്ന് പാർട്ട് ടൈം അധ്യാപകനാണ് കേട്ടോ. അപ്പൊ അവിടുന്ന് ഇങ്ങെത്തണം, ഏകദേശം എറണാകുളത്തേക്കുള്ള ദൂരം ഉണ്ട് എന്റെ സ്കൂൾക്ക്. അന്ന് ഇവിടുന്ന് ഇപ്പൊ വയ്യാത്ത സമയത്തുകൊണ്ട് നമ്മൾ വന്നു പോവുകയാണ് ചെയ്യുക. അപ്പോ ഞാൻ പറയാൻ ശ്രമിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തന്ന നല്ലൊരു ഉത്തരായിരുന്നു അത്. അയാൾ ജീവിക്കുന്നുണ്ട് സ്വസ്ഥമായിട്ട്, അയാൾക്ക് കിട്ടുന്ന പൈസ കൊണ്ട് അയാൾ ജീവിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര അടുപ്പുള്ള മനുഷ്യനായിരുന്നു. ഒരു ദിവസം എന്നെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ തന്നപ്പോ ആ വീടിന്റെ ഒരു സ്വസ്ഥതയും ശാന്തിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എന്തൊരു ഹൃദ്യമായ സ്വീകരണം അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും മക്കളും ഒക്കെ നമ്മളെ സ്വീകരിക്കുന്നത്. ഞാൻ നിബന്ധന വെച്ചു മൂപ്പരോട്, നിങ്ങള് സ്ഥിരമായിട്ട് എന്നും കഴിക്കണ ഫുഡല്ലാതെ എന്തെങ്കിലും ഒന്ന് ഞാൻ വരുന്നുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ വാങ്ങി എനിക്ക് പൊരുത്തല്ല അറിയാം മൂപ്പരോട്. കാരണം മൂപ്പരോട് ഒരു സാമ്പത്തികാവസ്ഥ എനിക്ക് അറിയണോണ്ട് എന്നൊരു ഭയങ്കര ഗസ്റ്റ് ആക്കുമെന്ന് പേടിച്ചിട്ട് കേട്ടോ. മൂപ്പരത് സത്യസന്ധമായി ആ രീതിയിൽ തന്നെ ചെയ്തു. ഞാൻ പറഞ്ഞത് നമ്മളടുത്ത് എത്ര ഉറുപ്പ്യ കിട്ടുന്നുണ്ട് എന്നുള്ളതല്ല, കിട്ടണ രൂപയിൽ പടച്ചോൻ തരുന്ന ഒരു തൗഫീഖ് ഉണ്ട്. അത് വേറെ നിൽക്കൊന്നും ഇതായി പോകാതെ, നമ്മളൊരു സാധനം വാങ്ങി അത് ഡ്യൂപ്ലിക്കേറ്റ്, വേറൊരു സാധനം വാങ്ങിയത് അത് കഴിഞ്ഞ്, ഒരു കാറ് വാങ്ങി അത് എല്ലാ ദിവസവും വണ്ടി എന്താ പറയാ വർക്ക്ഷോപ്പ് കയറ്റൽ തന്നെ. ഇങ്ങനെ ആവുമ്പോ ഇതിലൊക്കെ ഉള്ള ബർക്കത്തുകളാണ് യഥാർത്ഥത്തിൽ നമുക്ക് പലപ്പോഴും ചലഞ്ച് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. യംഹഖുല്ലാഹു റിബ, പടച്ചോൻ പലിശയെ ഇല്ലാതാക്കുന്നു. വയുർബി സദഖാത്ത്, സദഖയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തുകയും ചെയ്യുന്നു എന്നാണ്. അവിടെ ഒന്നിനെ നശിപ്പിക്കുന്നു ഒന്നിനെ വളർത്തുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ സമ്പാദ്യം വളർത്തുന്ന ഒരു സമ്പാദ്യമായി കിട്ടുക എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നഷ്ടപ്പെടും എന്നത്
നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. അതിൽ പ്രത്യേകം 1-2 ഹദീസുകൾ നമുക്ക് കോട്ട് ചെയ്യാം. മാ അഹദുൻ അക്തറ മിനർ റിബ ഇല്ലാ കാന ആഖിബതു അംരിഹി ഇലാ ഖില്ലത്തിൻ. പലിശ കൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച ഒരാളും അവസാനം കൂപ്പുകുത്തിയിട്ടല്ലാതെ ഇല്ല. കൂപ്പുകുത്തിയിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ അയാളെ കാലത്ത് നമുക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അയാളെ കുട്ടികളും മക്കളൊക്കെ എന്താ പറയാ തെണ്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് പലിശയായിട്ടുള്ള കളി വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ചെയ്യാൻ. അതത്രയും ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അത് നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിൽ വെക്കണം. പലിശ പലജാതി കോലം മാറി നമ്മളെ മുന്നിലേക്ക് വരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പല കോലത്തിൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന കാലത്താണ് ജീവിക്കുന്നത്. ഇനി മൂന്നാമത്തത് എന്താ അറിയോ? അൽ ഖസാറത്തു വൽ ഹലാക്ക്, നഷ്ടവും അതുപോലെ തന്നെ നാശവും ഉണ്ടാകുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ, വിശ്വാസികളാണെങ്കിൽ പലിശയായിട്ടുള്ള പരിപാടി അത് നിങ്ങൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ എല്ലാത്തരം പലിശകളും നിങ്ങൾ ഉപേക്ഷിക്കണം. പ്രവാചകൻ തന്റെ കുടുംബത്തിലെ ബന്ധുക്കളുടെ പലിശ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ്, ലക്ഷക്കണക്കിന് ദീനാറുകളുടെ പലിശ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലിശയുടെ നടപടിക്രമങ്ങൾ തുടങ്ങിയത്. എന്നിട്ട് പറയാണ് ഫൈലം തഫ്അലു, പലിശയായിട്ടുള്ള ഏർപ്പാടുകൾ നിങ്ങൾ നിർത്തിയിട്ടില്ലെങ്കിൽ ഫഅദനു ബിഹർബി മിനല്ലാഹി വറസൂലി, അള്ളാഹുവിനോട് റസൂലിനോടുള്ള യുദ്ധത്തിന്റെ കാര്യങ്ങൾ ചിന്തിച്ചോളീം. ഫൈൻ തുബ്തും ഫലക്കും റൂഉസു അംവാലിക്കും, നിങ്ങൾ തൗബ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അടിസ്ഥാന സംഖ്യ, നിങ്ങളുടെ മൂലധനം നിങ്ങൾക്ക് ഉപയോഗിക്കാം. പലിശയെ നിങ്ങൾ ഉപേക്ഷിക്കുകയും മൂലധനം നിങ്ങൾ എടുക്കുകയും ചെയ്യുക എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്തോതി നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ പടച്ചോൻ യുദ്ധത്തിലാണ് നമ്മളോട്. ഹറാമിന്റെ ഒരു പ്രശ്നമാണത്. പലിശ ഹറാമാണ്, അതുകൊണ്ട് ഹറാമിന്റെ ഒരു പ്രശ്നമാണത്. നമ്മൾ ഭയങ്കര പൈസ കയ്യിൽ വിചാരിച്ചു വെക്കും. പക്ഷെ പടച്ചോനും പടച്ചോന്റെ റസൂലും നമ്മളോട് യുദ്ധത്തിലായിരിക്കുമെന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. ഇനി നാലാമത്തെ കാര്യം എന്താ അറിയോ? ഗദ്ബുല്ലാഹി അലാ ആകിലിൽ മാലി അൽ ഹറാം, ഹറാമായ സമ്പാദ്യം ഭക്ഷിക്കുന്ന വ്യക്തിയോട് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് കോപമുണ്ട് എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ ഹലഫ ബി യമീനിൻ, ഒരു വ്യക്തി സത്യം ചെയ്തു. എന്തിനു വേണ്ടി സത്യം ചെയ്തത്? ലിയഖതഅ ബിഹാ മാലം ബിഇം മുസ്ലിമിൻ, ഒരു മുസ്ലിമായ വ്യക്തിയുടെ സമ്പാദ്യം കൊള്ളയടിക്കാൻ വേണ്ടി. വല്ലാഹി അത് അങ്ങനെ തന്നെയാണ്. അവൻ പറഞ്ഞു അല്ലെ, ഇത് അത്രയും നല്ല സാധനമാണ്, അല്ലെങ്കിൽ അത് എന്റേതാണ്. ഇങ്ങനെ സത്യം ചെയ്ത്, വേറൊരാളുടെ മുന്നിൽ സത്യം ചെയ്ത് തന്റേതല്ലാത്ത സമ്പാദ്യം ആരെങ്കിലും എടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറയാണ്, ഇന്നല്ലദീന യശ്തറൂന ബിഅഹ്ദില്ലാഹി വ ഈമാനിഹിം സമനൻ ഖലീല, അള്ളാഹുവിന്റെ കരാറുകളെയും അള്ളാഹുവിന്റെ സത്യങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വല്ലവനും അത് ചെറിയ വിലക്ക് വിറ്റ് കളഞ്ഞാൽ ഉലൈക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ, പരലോകത്ത് ഒരു ഓഹരിയും അവർക്ക് ഉണ്ടാകൂല. വലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹു അവരോട് സംസാരിക്കൂല. വലാ യൻദുറു ഇലൈഹിം, അല്ലാഹു അവരിലേക്ക് നോക്കുകയില്ല. യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ. വലാ യുസക്കീഹിം, അല്ലാഹു അവരെ നന്നാക്കൂല. വേറുള്ളവന്റെ ഓഹരി, ദീനിന്റെ അടയാളവും ചിഹ്നമൊക്കെ കാണിച്ച് അങ്ങനെ തട്ടിയെടുത്താൽ ആ തട്ടിയെടുക്കണവന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. അവസ്ഥയാണ്. കുറച്ചൊരു ദീനി രംഗത്തൊക്കെ സൂക്ഷിക്കുന്ന ഒരാളാണ് എന്ന് തോന്നുമ്പോ ചിലപ്പോ എന്ത് ചെയ്യും, ഓനൊന്നും നമ്മളെ പറ്റിക്കൂല എന്ന ആളുകൾ സ്വാഭാവികമായും വിചാരിക്കാനുള്ള സാധ്യത നമ്മൾ കൂടുതൽ കരുതണം. അപ്പോ സ്വാഭാവികമായിട്ടും അതെന്താണ്, നമ്മുടെ ദീനിന്റെ അടയാളങ്ങളും ചിഹ്നങ്ങളൊക്കെ വിറ്റിട്ടുള്ള പരിപാടിയാണ്. മനസ്സിലായില്ലേ? ദീനിന്റെ ചിഹ്നങ്ങളും അടയാളങ്ങളൊക്കെ വിറ്റിട്ടുള്ള പരിപാടിയാണ്. ദീനി രംഗത്തൊക്കെ ഉള്ള ആളുകൾ വന്ന് സമീപിക്കും. എന്താ, നിങ്ങളെ നമ്മളൊരു സൈലന്റ് പാർട്ണറായി നിന്നാ മതി എന്നറിയും. മൂപ്പരിങ്ങനെ നിന്നെടുത്താലും മൂപ്പര് ദീന് വിറ്റു. മൂപ്പർക്ക് ബിസിനസ് വേണോ, ബിസിനസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അതിന് മറ്റവൻ അധ്വാനിക്കണമാതിരി അധ്വാനിക്കണം, പൈസ ഇറക്കണമാതിരി ഇറക്കണം. അല്ലാതെ മൗലവിയാണ്, ഉസ്താദാണ്, പണ്ഡിതനാണ് എന്നുള്ള ലേബൽ വിറ്റിട്ടല്ല യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്, കച്ചവടം ചെയ്യേണ്ടത് എന്ന് നമുക്ക് വളരെ കൃത്യമായി ഈ വിഷയത്തിൽ പറയാൻ സാധിക്കണം, പറയാൻ കഴിയണം എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ പറയണം. നോക്കൂ, നിങ്ങൾ അശ്അത്ത് ബിൻ ഖൈസ് പറയുന്നുണ്ട്, ഈ ആയത്തിറങ്ങിയത് ഞാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ്. അപ്പൊ അതിന്റെ സന്ദർഭം ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചപ്പോഴായിരുന്നു ഈ വചനം ഇറങ്ങിയത് എന്ന കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ കാര്യം എന്താ അറിയോ? അല്ലഅ്നു വത്തർദു മിൻ റഹ്മത്തില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിൽ നിന്ന് ഹറാമ് ഭക്ഷിക്കുന്ന വ്യക്തി,
ഹറാമായ സമ്പാദ്യം കൈകാര്യം ചെയ്യുന്ന വ്യക്തി, അയാൾ അതിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആട്ടി അകറ്റപ്പെടും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്താണ്? ആക്കിലു റിബ വ മൂക്കിലുഹു വ കാതിബുഹു വ ഷാഹിദുഹു. പലിശ അത് തിന്നുന്നവൻ, അത് തീറ്റിക്കുന്നവൻ, അത് എഴുതുന്നവൻ, അതിന് സാക്ഷി നിൽക്കുന്നവൻ. അപ്പൊ നമ്മളെ പണ്ടം, സഹോദരിമാരോട് ഞാൻ പറയണേ, നമ്മളെ പണ്ടം ഭർത്താവല്ല വാപ്പല്ല ആര് ചോദിച്ചാലും പണയം വെക്കാൻ കൊടുക്കേണ്ട യാതൊരു ബാധ്യത നമുക്കില്ല, ഒരു നിലക്കുമില്ല. അല്ലെ, ഈ പണ്ടൊക്കെ ഇങ്ങനെ കെട്ടിയേറ്റി ഇത് അവിടെ പണയം വെച്ച് ഇവിടെ പണയം വെച്ച് അല്ലെ, അവസാനത്തൊക്കെ മരിച്ചതൊക്കെ ഊരിയെടുക്കും, മരിച്ചിട്ട് ഇതൊക്കെ മുറിച്ചിട്ടെങ്കിലും എടുക്കും. ആരും അതുകൊണ്ട് കബർക്ക് പറഞ്ഞേക്കൊന്നുമില്ല കേട്ടോ. അത് പിന്നെ കൊണ്ടുപോയിട്ട് മിക്കവാറും നമ്മളെ മക്കളെയും മരുക്കളെയും ഒക്കെ രീതിയൊക്കെ ഒന്ന് വെച്ച് ആലോചിക്കളി ഓരോരുത്തരും. അതുകൊണ്ട് മരിക്കണീന്റെ മുമ്പ് അതൊക്കെ എന്തെങ്കിലും നല്ല കാര്യത്തിന് കൊടുത്ത് അല്ലെ, ഞമ്മക്ക് നാളെ ഖബറിൽ കിടക്കാനുള്ള സുഖത്തിനും സൗകര്യത്തിനും കൊടുക്കണതിനെ കുറിച്ച് ആലോചിച്ചോളി. ചില സ്ത്രീകളൊക്കെ എന്താ ചെയ്യാറിയോ, മോളെ കെട്ടിക്കാൻ വേണ്ടി എടുത്തൊക്കെയാണ് അറിയും. ഈ പണ്ടോം പണവും വിചാരിച്ച് കാത്തിരുന്ന് കെട്ടണോ ഒരുത്തനെ കിട്ടിയിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്താ? നല്ല ദീനിയായിട്ടുള്ള എന്റെ കുട്ടിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു നല്ലൊരു ചെറുപ്പക്കാരനെ, ദീനിയായ ചെറുപ്പക്കാരനെ തരണമെന്നാ പ്രാർത്ഥിക്കണ്ടേ. അതുകൊണ്ട് ഇതുപോലെ തന്നെ നമ്മളെ ആധാരം കൊടുക്കുക, നമ്മൾ സാക്ഷിയായിട്ട് ഒപ്പിട്ട് കൊടുക്കുക. അയാൾക്ക് പൈസയെങ്കിലും കിട്ടി, ഞമ്മക്കോ ഒപ്പിട്ടെടുത്തിട്ടോ അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നുള്ള വിദൂരതയിലേക്ക് പോകും. ഇപ്പൊ ഓഫീസ് റൂമിലൊക്കെ ഉണ്ടാവും ലോൺ, എന്താ പറയാ, ഈ ഹൗസിംഗ് ലോണിന് ഒപ്പിട്ടേ, മാസേന്ന് ഹൗസിംഗ് ലോണിന് ഒപ്പിട്ടേര് നമ്മളെ സഹപ്രവർത്തകരുടെ എങ്ങനെ നോ പറയാന്നാണ് ചിന്തിക്കുക. നല്ല സ്വസ്ഥമായിട്ട് ഞാൻ അടുത്ത പീരീഡ് കഴിഞ്ഞിട്ട് വരാം, നമുക്ക് എന്നിട്ട് ഇട്ടോ എന്ന് പറയാം, സ്വസ്ഥമായിട്ട് ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുക എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിലപാട് ഒറ്റത്തവണ പറയണ്ടോ, എവിടെയും ഒറ്റത്തവണ നിലപാട് പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? ഒറ്റത്തവണ നിലപാട് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും ഏത് കാര്യത്തിലും. അത് മനുഷ്യ സൗഹാർദ്ദവും മതസൗഹാർദ്ദവും വേർതിരിക്കുന്നിടത്താണെങ്കിലും ആഘോഷങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെയാണ്. ഒറ്റത്തവണ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, നമ്മൾ തെറ്റിദ്ധാരണയിൽ അകപ്പെടും, തെറ്റിദ്ധരിക്കപ്പെടും. മനസ്സിലായില്ലേ? തെറ്റിദ്ധരിക്കപ്പെടുമ്പോ അതിൽ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോ സ്വസ്ഥമായിട്ട് ഞാനിങ്ങനെ എന്റെ വീട് ഞാൻ 8 കൊല്ലം കൊണ്ട് ഉണ്ടാക്കി. അതിന്റെ കാരണം പലിശക്ക് എടുത്തുകൂടാന്നുള്ളതുകൊണ്ടാണ്. പലിശക്ക് എടുത്താൽ ഞാനും പടച്ചോനും തമ്മിൽ യുദ്ധത്തിലാണെന്നാണ് ഖുറാനിലുള്ളത്. വേണമെങ്കിൽ ആ പരിഭാഷയൊക്കെ നിർത്തിട്ട് ഇങ്ങനെയുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. എന്റെ അടുത്തുള്ള പൈസ വല്ലതും കടം പിന്നെ വാങ്ങിത്തരാൻ പറ്റിയതൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിത്തരായിരുന്നു, ഉണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കും ചെയ്യാം, ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ക്ലാരിറ്റി വരുത്തി, നിലപാടിൽ ക്ലാരിറ്റി വരുത്തി നമ്മൾ പോകണം. അപ്പൊ എന്താ പറയുക, അപ്പൊ നാട് മുഴുവൻ നമ്മളെ വെറുത്താലും ആളുകളൊക്കെ വെറുത്താലും പടച്ചോന്റെ ഇഷ്ടം നമുക്ക് ഉണ്ടാകും. നമ്മൾ കുടുങ്ങൂല, പടച്ചോൻ നമ്മളെ ശരിയാം വിധം സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ പിന്നെ ഈ വിഷയത്തിൽ വന്ന മറ്റൊരു കാര്യമാണ് ലഅനല്ലാഹു റാശി വൽ മുർത്തശി. കൈക്കൂലി വാങ്ങുന്നവനെയും കൈക്കൂലി കൊടുക്കുന്നവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. ഇതില് കൈക്കൂലി കൊടുക്കുന്നവനെ സംബന്ധിച്ച് ചില അഫു പറയപ്പെട്ട ചില ഘട്ടങ്ങളുണ്ട്. അനിവാര്യമായും 100% നിർവഹിക്കപ്പെടേണ്ടിയിരുന്ന ഒരു നീതി വേറൊരു നിലക്കും നടക്കൂല, ഒരു പൊതു നന്മ, അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു ഇസ്തിഗ്ഫാറിന്റെ മനസ്സോടെ ചിലപ്പോൾ അത്തരൊരു ഘട്ടത്തേക്ക് പോകേണ്ടി വരും. ഇതൊക്കെ കൈക്കൂലി മാമൂല് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൊതുവെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരിക. ഗിഫ്റ്റ്, ഇങ്ങനെ പല രീതിയിലാണ് വരിക. അതായത് എന്താ കൈക്കൂലി? കൈക്കൂലിന്റെ നിർവചനം എന്താ? കൈക്കൂലിന്റെ നിർവചനം പൈസ കയ്യിൽ തരിക എന്നുള്ളതൊന്നുമല്ല. നമ്മൾക്ക് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോ നമ്മൾക്ക് അയാളിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം സ്വീകരിക്കാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, ആ ആനുകൂല്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തതെങ്കിൽ അത് കൈക്കൂലിയാണ്. അത് കൈക്കൂലിയാണ്. 2 ഫയല് മുന്നിൽ വന്നു, ഒന്ന് കുടുംബക്കാരന്റെ ഫയല്, മറ്റേത് അറിയാത്ത ഒരാളെ ഫയല്. രണ്ടിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. ഒന്നിൽ കുറയിട്ടു, മറ്റേത് പാസ്സാക്കി കൊടുത്തു. അവിടെ ഒരു തരം കൈക്കൂലി ഉണ്ട്, ഒരു തരം അനീതി ഉണ്ട്. മനസ്സിലായില്ലേ? രണ്ടാക്കും തുല്യമാണ് നീതി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് പിന്നെ വലിയ ഗോത്രക്കാരിയായ പെണ്ണ് മോഷ്ടിച്ചപ്പോ കൈവെട്ടാൻ നിന്നപ്പോ ആ ഗോത്രക്കാര് പ്രവാചകന്റെ വളർത്തുപുത്രന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി പറഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ കേൾക്കുന്നു. പ്രവാചകന്റെ കാതിൽ പോയി, പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ടതിന്റെ വളർത്തുപുത്രൻ പോയി കാര്യം പറഞ്ഞപ്പോ നബി അതൊന്ന് വിട്ടുകൊടുത്തൂടെ എന്ന് വെച്ചപ്പോ പ്രവാചകൻ ചാടി എണീറ്റ് നേരെ മിമ്പർമ കയറിയിട്ട് പറഞ്ഞു, എന്റെ മോള് ഫാത്തിമ കെട്ടാല് വെട്ടും ഞാൻ കയ്യെന്ന്. മനസ്സിലായില്ലേ?
നീതിയെ ഇസ്ലാം അത്രയും ശക്തമായിട്ടാണ് അവതരിപ്പിച്ചത്. അപ്പോ ഈ നിലക്ക് ഉള്ള കാര്യങ്ങളും നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല, ഒരു മനുഷ്യൻ ഒരു കയറ് മോഷ്ടിച്ചാൽ അവന്റെ കൈ മുറിക്കുന്നതാണ്, അവന്റെ കൈ വെട്ടുന്നതാണ്. അത്ര കണിശാണ് കൈക്കൂലിന്റെയും പലിശന്റെയും. ഇതൊരു തരം മോഷണം തന്നെയാണ്. മോഷ്ടിക്കുക എന്ന് പറഞ്ഞാല് ഓടിളക്കി കയറിന് മാത്രമൊന്നുമല്ല മോഷണം എന്നറിയാം. പല പരിപാടിയുണ്ട് അല്ലെ. എന്താ, പർച്ചേസിന് പോവുക. പർച്ചേസിന് പോകുമ്പോ ആ പർച്ചേസിന് പോകണോടത്തുനിന്ന് ഒരു പ്രത്യേക കമ്മീഷൻ വാങ്ങുക. അത് മുതലാളി അറിഞ്ഞിട്ടില്ല. ഈ മൊത്തം പൈസ എന്താ ആരുടെ പേരില എഴുതുക? ഇവിടുന്ന് വാങ്ങാൻ വരുന്ന കസ്റ്റമറുടെ പേരില മൊത്തം പോവുക. അല്ലെ മുതലാളിക്ക് നഷ്ടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ഉണ്ടാകുക. മുതലാളി അറിഞ്ഞു അവിടുന്ന് ഒരു സാധനം കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞു, ഒരു പ്രശ്നമല്ല, നമുക്ക് വാങ്ങാം, അയാൾ നമുക്ക് തരുന്ന ഹദിയാണ്, ഒരു കുഴപ്പമില്ല. എന്നാൽ കസ്റ്റമർ അടുത്തേക്ക് ഇത് പോകണുണ്ടെങ്കിൽ കസ്റ്റമറും കൂടി അറിയണം, അപ്പോഴേ അത് നടക്കുള്ളൂ. അപ്പോ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോ നമ്മുടെയൊക്കെ ജീവിത പരിസരത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകും. നല്ല ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞ മുമ്പൊരിക്കൽ ഞാൻ ഇവിടെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹറമിന്റെ പരിസരത്ത് കച്ചവടമുള്ള ഒരു മനുഷ്യൻ അങ്ങ് ചൈന മാർക്കറ്റിലെ സാധനം കൊടുത്തിട്ട് ജപ്പാന്റെ സീലും വെച്ച് അടിച്ചിട്ട് മുമ്പ് കൊടുക്കാണ് കേട്ടോ. ജപ്പാന്റെ മെയ്ഡ് ഇൻ ജപ്പാൻ വെച്ചിട്ട് കൊടുക്കാണ്. അങ്ങനെ കൊടുക്കുമ്പോ ഇത് ഇങ്ങനത്തെ ഒരു ഖുത്ബയിൽ നിന്ന് അയാൾക്ക് തൗഹീദ് കിട്ടിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഖുത്ബയിൽ നിന്ന് അയാൾക്കത് മനസ്സിലായപ്പോ അയാള് പണ്ഡിതന്മാരോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങളെ സമ്പാദ്യത്തിൽ നിന്ന് ഏകദേശം അതിലൂടെ ഉണ്ടായതൊക്കെ ഒന്നും വേർതിരിച്ചിട്ട് അതൊരു അക്കൗണ്ട് കിട്ടിട്ട് അത് വേഗം സ്വതക്കായിട്ടാണ് കൊടുത്ത് തീർത്തളി. അല്ലാതെ ഇങ്ങനെ മനുഷ്യന്മാരോടുള്ള ഹക്ക് വിട്ടണമെങ്കിൽ ശതകോടി ലോകത്തെ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിൽ നിന്ന് വന്ന മനുഷ്യന്മാരെ പൈസയാണല്ലോ കയ്യിലുള്ളത്, പറ്റിച്ചു വാങ്ങിയത്. അതെങ്ങനെ കൊടുത്തു വീട്ടാൻ കഴിയില്ലല്ലോ. അപ്പൊ അതിന് പറഞ്ഞ പരിഹാരമാണ്. കോവിഡ് കാലത്ത് ഒരു പിരിവ് വെച്ചപ്പോ വലിയൊരു തുക തന്നപ്പോ ആ തുകന്റെ കാരണം ചോദിച്ചത് ഈ ജാതി പൈസ ഒന്നും വേണ്ട കേട്ടോ, നമുക്ക് ആവശ്യമുള്ള പൈസയല്ലേ വാങ്ങാൻ പറ്റുള്ളൂ, നമ്മൾ എന്തിനാണോ വാങ്ങിയത് അതിനല്ലേ ചെലവാക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ചെയ്യാൻ പറ്റൂലല്ലോ. ഓരോന്നിലും ഓരോ വ്യക്തതയും ക്ലാരിറ്റി ഒക്കെ വേണ്ടി വരും. അപ്പൊ അതങ്ങനെ ക്ലാരിറ്റി കൊടുത്തപ്പോഴാണ് ഈ പൈസ നിങ്ങൾ ആർക്കാച്ച കൊടുക്കി എന്ന് ഒരു മനുഷ്യൻ പറയണത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ഒരു മേഖലയും നമ്മൾ ശ്രദ്ധിക്കണം. അദാബുൽ ഖബറിന് ഇത് കാരണമാണ് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അദാബുൽ ഖബറിന് ഹറാമായ സമ്പാദ്യം കാരണമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പരലോക ശിക്ഷയ്ക്ക് കാരണമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തെളിവുകൾ ഞാൻ ഉദ്ധരിക്കുന്നില്ല. അതുപോലെ തന്നെ കൊടുക്കണ സ്വതക്കൊന്നും ഹറാമ് സമ്പാദ്യത്തിലുണ്ടെങ്കിൽ സ്വീകരിക്കൂല. മാത്രല്ല ആരാധനകളുടെ രുചി നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള ധാരാളം വിഷയങ്ങൾ നമുക്ക് കാണാം. കൂടുതൽ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവ് സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പറയാൻ ശ്രമിച്ചത് ഒരു ഫിൽസെങ്കിൽ ഒരു ഫിൽസ് ഹറാമ് ഏതെങ്കിലും നിലക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നാൽ അത് നമുക്കുണ്ടാക്കുന്ന നഷ്ടങ്ങളാണ്. അതുകൊണ്ട് നമ്മളെ കച്ചവടമാണെങ്കിലും നമ്മുടെ ധനാഗമന മാർഗങ്ങളാണെങ്കിലും ഒക്കെ ശരിക്ക് നമ്മൾ പരിശോധിക്കണം. പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ ഒഴിവാക്കേണ്ടി വരും, മാറ്റി നിർത്തേണ്ടി വരും. അത് ഒഴിവാക്കുമ്പോൾ മാറ്റി നിർത്തുമ്പോൾ ഒരു ഭയവും നമുക്ക് ആവശ്യമില്ല. നല്ല കരഞ്ഞ് പടച്ചവനോട് പറഞ്ഞതുകൊണ്ട് ഒഴിവാക്കിയാൽ നിങ്ങൾ കണ്ടോളി, നമ്മളെ ആയുസ്സിൽ പടച്ചവൻ വേറെ വഴി നമുക്ക് ഉണ്ടാക്കി തരും. ഒരു ബേജാറുമില്ല. ഒരു ചെറിയ പരീക്ഷണവും ചെറിയ ബുദ്ധിമുട്ടും ചെറിയ ടൈറ്റൊക്കെ ഉണ്ടാകും. ഉപയോഗിച്ച സൗകര്യങ്ങൾ കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും. ആ ഓരോ അസ്വസ്ഥതയും നമുക്ക് പുണ്യാണ് എന്നാണ് വിചാരിച്ചു വെച്ചാൽ ഒക്കെ ഹൈറായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് ഓരോ ആഴ്ചയും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. ഞാൻ എല്ലാ ഇടവേളയിലും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്. ഖുർആനിന്റെ കൂടെ ഉള്ളൊരു യാത്രയാണ് നമുക്ക് ഏറ്റവും വെളിച്ചാകുക, യാതൊരു സംശയവുമില്ല. ഖുർആൻ 1 മണിക്കൂർ ആഴ്ചയിൽ പഠിക്കണം. അതിനോട് സംവിധാനമുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ ക്ലാസ് ഉണ്ട്. വളരെ സമർത്ഥനായ ഒരു അധ്യാപകനും നമുക്കുണ്ട്. 1 മണിക്കൂർ മാക്സിമം ഇശാസ്വലയോട് കൂടെ നമുക്ക് പിരിയാം. ഇശാസ്വല ജമാഅത്തായി നിസ്കരിച്ചാൽ പിരിയാം അല്ലെ. രാവിലെയും വൈകുന്നേരം പള്ളിയിൽ പോണ ആളെ സംബന്ധിച്ച് അയാൾക്ക് സ്വർഗത്തിൽ വിരുന്നൊരുക്കും അള്ളാഹു എന്നാണ്. അയാൾക്കുള്ള വിരുന്ന് അള്ളാഹു ഒരുക്കി വെക്കുന്നതാണ്. അപ്പൊ സ്വർഗത്തിലേക്കുള്ള വിരുന്നും വാങ്ങിയിട്ട് നമുക്കൊണ്ട് പോകാം. അതുകൊണ്ട് അതിനൊക്കെ ഒരു സമയമൊക്കെ നമ്മൾ ഉണ്ടാക്കണം. അത് കുടുംബസഹിതം അതിന് തയ്യാറാകണം. അങ്ങനെ പള്ളിയിലേക്ക് ഭാര്യനെയും കൊണ്ടുകൊണ്ട് വരുമ്പോൾ തന്നെ ആരും നമ്മളൊന്നും ചെയ്യുന്നില്ല. പല ആളുകൾക്കും അങ്ങനത്തെ അസ്വസ്ഥതയൊക്കെ ഉണ്ട്. എന്നോട് വ്യക്തിപരമായി
പങ്കുവെച്ച ആളുകളോട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു പ്രശ്നമല്ല. ഇത് നമ്മളെ രാജ്യമാണ്, നമ്മളെ നാടാണ്. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാറില്ല. നമ്മളെ നാട്ടുകാര് അങ്ങനത്തെ അസംസ്കൃത വസ്തുക്കളുമല്ല. അങ്ങനത്തെ നാടൊക്കെ ഇവിടെ ഉണ്ട്, പലയിടത്തും ഉണ്ട് അല്ലെ. ഇനി അങ്ങനെ എന്തെങ്കിലും നടക്കുന്ന ആരും വിചാരിക്കേണ്ടതുമില്ല അല്ലെ. ഇത് നമ്മൾ ജീവിച്ച് നമ്മൾ വളരുന്ന നാടാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പോവുക. പള്ളിയുടെ നിർമ്മാണ സംബന്ധമായ കാര്യങ്ങൾ, മദ്രസയുടെ നിർമ്മാണ സംബന്ധമായ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഓർമ്മയൊക്കെയാണ്. നമുക്കൊരു 6 മാസം കൊണ്ടൊക്കെ പദ്ധതി പൂർത്തിയാക്കണം. അപ്പോ എല്ലാവരും അതിലേക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക. അള്ളാഹു നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മോമിനുകളിൽ മുഖ്ലിസുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ സാക്ഷാത്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ പാലിയേറ്റീവിന്റെ പൈസ കൊടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ ആഴ്ച കൊടുക്കണം എന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين. وصلى